ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു ദിവസത്തെ റൂട്ടീൻ ട്രാക്ക് എന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെയിലി റൂട്ടീൻ ട്രാക്ക് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഡൗട്ടുള്ളവരായിരിക്കും ഈ വീഡിയോസ് മെജോറിറ്റിയും കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാം, എന്തിനാണ് നമ്മൾ ഈ ഒരു ഡെയിലി റൂട്ടീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കാം. ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് കൃത്യമായൊരു ഫ്രെയിം വർക്ക് ഉണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ നമുക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഏതൊരു കാര്യമാണോ അതിലേക്ക് ഫോക്കസ് കൂട്ടുന്നതിനും അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതുവഴി നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സപ്പോർട്ട് കിട്ടുകയും നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, അതായത് ഉറക്കം, എക്സസൈസ്, സെൽഫ് കെയർ എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മെയിനായിട്ടും നമ്മൾ ട്രാക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഡെയിലി റൂട്ടീൻ ട്രാക്കറിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്തി ലൈഫ് ഹാബിറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇതുവഴി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ഓരോ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതുകൂടാതെ അതിൽ എല്ലാം ഒരു ആക്യുറസിയും അതേപോലെ തന്നെ ഡിസിപ്ലിനും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റിയാണ്. അതായത് നമുക്ക് ടൈം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നത് വഴി ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ടാസ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് നടക്കാതിരിക്കുമോ, അങ്ങനത്തെ ഒരു സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ നമുക്ക് ഉണ്ടാവും. അതെല്ലാം നമുക്ക് ഇതുവഴി കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. അച്ചീവ്മെൻറ്റ് ഓഫ് യുവർ ഗോൾസ് ആണ് നമ്മളുടെ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മുന്നത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി വരുമ്പോൾ നമുക്ക് നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ടും കിട്ടുക. അതായത് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഗോൾസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സിമ്പിളായിട്ട് നമ്മളൊരു റൂട്ടീൻ ട്രാക്കർ പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ടൈം ടാസ്ക് എന്ന് പറഞ്ഞിട്ട് 2 പോർഷൻസാണ് ഉള്ളത്, അല്ലെങ്കിൽ 2 ഏരിയാസാണ് ഉള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. സെക്കൻഡ് കോളത്തിൽ ടാസ്ക് എഴുതാം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ടാസ്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് 5:30 AM നമ്മൾ വേക്കപ്പ് ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം 5:30 രാവിലെ 5:30 നിങ്ങൾ എണീക്കുന്നതെങ്കിൽ ആ ഒരു ടൈം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ഇതേപോലത്തെ ഷീറ്റ് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ബോർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ വൈറ്റ് പേപ്പർ എടുത്തിട്ട് അത് 2 പാർട്ടീഷനാക്കി വെച്ചതിന് ശേഷം അതിൽ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ടാസ്കും ടൈമും സെറ്റ് ചെയ്തിട്ട് ഒരു ഡെയിലി റൂട്ടീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 5:30 AM ഒരു ടൈമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേരിയേഷൻസ് കൊണ്ടുവരാം. നിങ്ങൾ എണീക്കുന്ന ടൈം വെച്ചിട്ട് നമുക്ക് ചേഞ്ചസ് ചെയ്യാം. അപ്പം അത് നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ടൈമിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഡെയിലി റൂട്ടീനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ 5:30 വേക്കപ്പ് ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ 5:30 to 5:45 ആ ഒരു ടൈമിൽ നിങ്ങൾക്കൊരു 15 minutes എക്സസൈസ് ചെയ്യാം. അത് മെഡിറ്റേഷൻ ആവാം, പിന്നെ യോഗയാവാം, ഫേസ് യോഗ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പ്രാണായാമം പോലെയുള്ള യോഗ, സിമ്പിൾ യോഗാസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ 5:45 തുടങ്ങി 6 AM വരെ നമുക്ക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ പോലെയുള്ള സിമ്പിൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസസ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതിന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം.
പിന്നെ 6 AM തുടങ്ങി 6:15 AM 6:15 ആ ഒരു സമയത്ത് നമുക്ക് വർക്കിംഗ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ല നമുക്ക് വർക്കിംഗ് അല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ, പേഴ്സണൽ കെയർ, അതേപോലെ തന്നെ ഹെയർ കെയർസ് അങ്ങനത്തെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 6:15 തുടങ്ങി 7:15 വരെ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഇപ്പം ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ വർക്കിംഗ് വുമൺ ആണ് അല്ലെങ്കിൽ ഹൗസ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനുണ്ടാവും. പിന്നെ നമ്മളുടെ വീട്ടിലെ തന്നെ ബാക്കിയുള്ള ഡ്യൂട്ടീസ് നമുക്ക് പെൻഡിങ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നതാവാം, കുക്ക് ചെയ്യുന്നതാവാം, ബാക്കി നമ്മുടെ ഹൗസ് ക്ലീൻ ചെയ്യുന്നതാവാം. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് 7:15 തുടങ്ങി 8 AM ആ ഒരു ടൈമിൽ നമ്മൾ ബാത്ത് ടൈം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് കുളിക്കാനും ബാക്കി ഫാമിലി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ടൈം വരുന്നുണ്ട്. പിന്നെ 8 to 8:30 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ടൈമാണ്. അപ്പം വർക്കിംഗ് വുമൻ ആണ് അല്ലെങ്കിൽ വർക്കിംഗ് മെൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ റെഡി ആവാനും എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളൊരു വർക്കിംഗ് വുമൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 8:30 മുതൽ 1 PM വരെ നമ്മൾ ജോബിലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളുടെ വർക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ വർക്കിംഗ് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാസീവ് ഇൻകംസ് കണ്ടുപിടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഉള്ളത് 1 to 1:30 എന്ന് പറയുന്നത് നമ്മുടെ ലഞ്ച് ടൈമാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. പിന്നെ നമ്മൾ ആ 1:30 മുതൽ ഒരു 4 PM വരെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഇതേപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കോ, അല്ലെങ്കിൽ വർക്കിംഗ് വുമൺ ആണെങ്കിൽ ജോബിൻ്റെ കാര്യങ്ങൾക്കോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുവാനോ സെർച്ച് ചെയ്യാനോ കാര്യങ്ങൾക്കോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ 4 മണി ആ ഒരു സമയത്ത് നമുക്ക് ടീ ടൈമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 4 PM തുടങ്ങി 5:30 PM വരെ നമുക്ക് ഇതേപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടോ, ഇപ്പം വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് ഉണ്ടാവും. അതേപോലെ തന്നെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ടൈമായിരിക്കും. അതേപോലെ ഇപ്പം നമ്മൾ വീട്ടിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതേപോലെ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ വരുന്ന ടൈം വരെയാണ് നമുക്ക് ഈ ഒരു ടൈം നമ്മുടേതായിട്ടുള്ളൊരു ടൈം കിട്ടുക. അപ്പോൾ ആ ടൈം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ 5:30 തുടങ്ങി 7 PM വരെ നമ്മൾ ഫാമിലിയായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യുക. ബിൽഡിങ് റിലേഷൻഷിപ്സ്, അതായത് നമ്മൾ തമ്മിലുള്ള, നമ്മളുടെ ഫാമിലീസ് തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി 7 to 8:30 എന്ന് പറയുന്നത് നമുക്ക് കിച്ചൺ ടൈമാണ്. ഉറപ്പായിട്ടും നമുക്ക് കിച്ചണിൽ വർക്ക് ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഈ ഒരു ടൈമിൽ തന്നെ കിച്ചണിലെ വർക്ക്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. 8:30 തന്നെ ഡിന്നർ കഴിക്കുക. അത് ഫാമിലിയുടെ ഒപ്പം തന്നെ ഇരുന്ന് കഴിക്കുക. ഫാമിലിയിൽ ഇപ്പം ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ആണെങ്കിലും അന്നത്തെ ആ ഒരു ഡേയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള ഫീഡ്ബാക്കുകളും കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫാമിലിയായിട്ട് അറ്റാച്ച്ഡ് ആവും. അതേപോലെ തന്നെ കുറച്ചും കൂടി നമ്മൾ റിലാക്സ്ഡ് ആവും. പിന്നെ ഉള്ളത് നമുക്ക് 9 to 10:30 അല്ലെങ്കിൽ 10 PM വരെ നമുക്ക് TV കാണാം. ഇപ്പം വീട്ടിലെ ഫാമിലിയിൽ എല്ലാവരും TV കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇരുന്ന് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവിയോ അങ്ങനെ എന്തെങ്കിലും കാണാം. പിന്നെ നമുക്ക് 10 to 10:30 എന്ന് പറയുന്നത് വീണ്ടും മാനിഫെസ്റ്റേഷൻ. ഞാനപ്പോൾ അത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാവുന്ന കുറച്ച് മെത്തേഡ്സാണ് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, പേഴ്സണൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതും കൂടെ നമ്മളുടെ ഈ ഒരു റൂട്ടീനിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1/2 hour നമ്മൾ സ്പെൻഡ് ചെയ്തു. പിന്നെ 10:30 തുടങ്ങി 10:45 വരെ നമ്മളൊരു ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ്
മെഡിറ്റേഷൻ ഉണ്ട്, ലൈറ്റായിട്ട് അല്ലെങ്കിൽ റീഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഏത് ലാംഗ്വേജ് ആണെങ്കിലും പ്രശ്നമില്ല, മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ, നിങ്ങൾക്ക് ഏതാണ് വാട്ട് എവർ ഈസ് യുവർ പ്രിഫറൻസ്, നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം റീഡ് ചെയ്യാനായിട്ട്. അത് ക്വാളിറ്റി ബുക്സ് ആയിരിക്കാനായിട്ട് എൻഷുവർ ചെയ്യുക. അപ്പോൾ നമുക്ക് റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബുക്സിൻ്റെ റിവ്യൂസൊക്കെ കിട്ടും. അപ്പോൾ അത് ഏതെങ്കിലും എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമുക്ക് 10:45 PM നമ്മൾ സ്ലീപ്പ് ടൈമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും 10:45 ആകുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നതും നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടുള്ളൂ. നമുക്ക് റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു റൂട്ടീൻ ഒരു റെഫറൻസ് ആയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലെ ആക്ടിവിറ്റീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പുതിയ ഡെയിലി റൂട്ടീൻ പ്രിപ്പയർ ചെയ്യുക. അതനുസരിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കുറച്ചധികം മാറ്റങ്ങൾ കാണുന്നതായിട്ട് തോന്നും. കാരണം നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവും, നിങ്ങൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആവും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾ 100% ഓക്കെ ആവും. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വർക്ക്സ് എല്ലാം നമ്മൾ കൃത്യസമയത്ത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. നമ്മൾ കൂടുതൽ ഹാപ്പി ആയിരിക്കും, നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി ലൈഫായിരിക്കും നമ്മൾ ആ ഒരു ടൈമിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എല്ലാവരും ഈ ഒരു ഡെയിലി റൂട്ടീൻ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരു ഡെയിലി റൂട്ടീൻ ട്രാക്കർ ഉറപ്പായിട്ടും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാ ടൈം മാനേജ്മെൻറ്റും ഈ ഒരു ട്രാക്കർ വഴി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂടെയുള്ള ഒരു ബെല്ലൈക്കണുണ്ട്, അത് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ബെല്ലൈക്കണിൽ നമ്മൾ ഓള് തന്നെ പ്രസ് ചെയ്യുക. ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് തന്നെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒരു ഡെയിലി ട്രാക്കർ സെറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.